ഇവരൊക്കെ വരുന്ന മുമ്പ് വേറൊരു സെറ്റുകാർ വരും. അത് ഞങ്ങളിങ്ങനെ കുറച്ച് ജനലിൽ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കും. അത് പിന്നെ ജനലിൻ്റെ പുറകിലേക്ക് റിട്രീറ്റ് ചെയ്യും. പിന്നെ ഹറി ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമേ ഓണമില്ലുണ്ട്. ഭഗവാന് എന്നിട്ടും തൃപ്തി വരാതെ ഇന്നത്തെ ഭാഷയിൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന അവിടെ കൊട്ടാരത്തിൻ്റെ രക്ഷകനായിട്ട് ഭഗവാൻ നിന്നു എന്നാണ്. സുതലത്തില് ഗദാധാരിയായി പലരും ഇപ്പം കാണിക്കുന്ന മഹാബലിയെ ചവിട്ടി അങ്ങോട്ട് പാതാളത്തിലേക്ക് ചവിട്ടി താത്തി എന്നാണ് പറയുന്നത്. പക്ഷെ മഹാബലിയുടെ ശത്രു വലിയ കഠിനമായൊരു ശത്രുവാണ്. ആ ശത്രു വെളിയിലുള്ള ശത്രുവല്ല, അകത്തുള്ള ശത്രുവാണ്. നമസ്കാരം. നമസ്കാരം. മറ്റൊരു ഓണക്കാലവും കൂടി വരവായിരിക്കുകയാണ്. ഓണം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് ഉത്രാടം തിരുനാൾ മഹാരാജാവിനെയാണ് ഓർമ്മ വരുന്നത്. കാരണം തമ്പുരാനെ ഓരോ ഓണക്കാലത്തും ഈ മഹാബലിയെ വികൃതമായി ചിത്രീകരിക്കുന്നതിനെതിരെ സംസാരിക്കുമായിരുന്നു. ഇങ്ങനെ കപ്പട മീശയും കൊടവയറും ഒക്കെ വെച്ച് അങ്ങനെ ചിത്രീകരിക്കുന്നതിനെ വിമർശിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു ചിത്രവും മഹാബലിയുടെ വരപ്പിക്കുകയും ചെയ്തു. സുന്ദരനായിട്ട് ഒരു വികൃത ഒരു വിഡ്ഢിവേഷം. അതെ, കാരണം മഹാബലി എന്ന് പറഞ്ഞാൽ ഒരു മഹായോദ്ധാവായിരുന്നു. പ്രഹ്ലാദൻ്റെ ചെറുമകനാണ്, വിരോചനൻ്റെ മകനാണ്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കോമാളിയായിട്ട്, പിന്നെ വലിയ വിഷ്ണു ഭക്തനും. തമ്പുരാട്ടി പലപ്പോഴും പല ഇൻ്റർവ്യൂസിലും ഈ ഓണത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ മഹാബലിയുടെ ഈ കേരളത്തിൽ പ്രചരിക്കുന്ന ഐതിഹ്യത്തെ, അതിലെ ചില ന്യൂനതകൾ ചൂണ്ടിക്കാണിച്ച് സംസാരിച്ച് കണ്ടിട്ടുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് തമ്പുരാട്ടി അതൊന്ന് ആവർത്തിക്കാമോ? തീർച്ചയായിട്ടും നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ഇതൊക്കെ അറിയാമെന്നുള്ളവരായിരിക്കും. എന്നാലും ഒരു ആവർത്തന സ്വഭാവം അവർ ക്ഷമിക്കുമെങ്കിൽ പറയാം. മഹാബലിയും ഈ ദശാവതാരങ്ങൾ തന്നെ ഇവല്യൂഷൻ ഓഫ് ലൈഫ് ആയിട്ടാണല്ലോ കാണുന്നത്. ഓരോ പടിപടിയായിട്ട് ആദ്യം വെള്ളം, പിന്നെ വെള്ളവും ചെളിയും, പിന്നെ ചെളി, പിന്നെ കാട്, അങ്ങനെ പറഞ്ഞ എവല്യൂഷൻ ഓഫ് ലൈഫാണ് 10 അവതാരവും. 10ാമത്തെ ആകുമ്പോൾ തീരുകയാണ് അങ്ങനെ. അപ്പോൾ എന്തായാലും മഹാബലിയുടെ അവതാരത്തിൻ്റെ കഥയെപ്പറ്റിയോ വാമനൻ്റെ അവിടെ അതിന് മുമ്പുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ വാമനനായിട്ട് വന്ന് 3 അടി ഭൂമി ചോദിച്ചപ്പോൾ ഈ കുഞ്ഞ് ചെറിയൊരു കുഴപ്പക്കാരനാണെന്ന് വിചാരിച്ച അസുരഗുരു ശുക്രാചാര്യർ കിണ്ടിയിൽ നിന്ന് വെള്ളമൊഴിച്ച പൂവായിട്ട് ദാനിക്കാൻ പോവാണ് 3 അടി. ആ കിണ്ടിയിലെ മൂക്കിൽ കയറിയിരുന്നു എന്നാണ്. അപ്പോൾ വെള്ളമൊഴിച്ചപ്പോൾ വണ്ടായിട്ടൊരു കരിവണ്ടായിട്ട് അത് കയറിയിരുന്നു. അപ്പോൾ വെള്ളമൊഴിച്ചപ്പോൾ വെള്ളം പോകുന്നില്ല. ദർഭപ്പുല്ലെടുത്ത അതിൻ്റെ തൂത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിലാണ് ഉണ്ടത്. പിന്നെ തൊട്ട് ശുക്രാചാര്യ ഒറ്റക്കണ്ണനായി. അപ്പോൾ നാച്ചുറലി ശുക്രാചാര്യർക്ക് ഒട്ടും ഇഷ്ടം വന്നില്ല. അത് ശപിച്ചു, നീ ഇഷ്ടം പോലെ ഇനിയും പോക്കോട്ടെ, ഇനി ഞാനിതിലൊന്നും ചെയ്യുന്നില്ല എന്നങ്ങനെ മഹാബലി. പക്ഷെ എന്തിനാ കരിവണ്ടായിട്ട് അങ്ങനെ കയറി ഇരുന്നെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഞാൻ കേട്ടിട്ടുള്ള ഉദകപൂർവ്വം ദാനം മുടക്കി. അല്ല, അത് അങ്ങനെ ഗുരുവായിട്ട് തന്നെ നിന്ന് പറഞ്ഞൂടെ? പറഞ്ഞിട്ട് കേൾക്കുന്നില്ലല്ലോ. അപ്പം പിന്നെ അറിയാമല്ലോ, വിശ്വരൂപം കാണിച്ചു, 2 അടി കൊണ്ടെല്ലാം തീർത്തു. 3ാമത്തെ അടി വയ്ക്കാൻ സ്ഥലമില്ലാത്തപ്പോൾ എവിടെ വെക്കണം എന്ന് ചോദിച്ചപ്പോൾ മഹാബലി കിരീടം മാറ്റി മുട്ടുകുത്തി തല കാണിച്ചു കൊടുത്തു. ആ 3 അടിയാണല്ലോ, അപ്പോൾ കാല് വരാതൊക്കെയില്ല. അപ്പോൾ ആ പാദമെടുത്ത് നിഗ്രഹരൂപേണ അനുഗ്രഹമായിട്ട് മഹാബലിയെ അനുഗ്രഹിക്കുകയാണ്. കണ്ടാൽ തോന്നുന്ന നിഗ്രഹം എന്ന്. പക്ഷേ ചവിട്ടി താത്തിയില്ല. പലരും ഇപ്പോൾ കാണിക്കുന്ന മഹാബലിയെ ചവിട്ടി അങ്ങോട്ട് പാതാളത്തിലേക്ക് ചവിട്ടി താത്തി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരിക്കലുമല്ല. ഭാഗവതമൊക്കെ നോക്കുക. പലപ്പോഴും ഈ ഓരോ സപ്താഹങ്ങൾ നടക്കുമ്പോൾ നമ്മളതിലൊക്കെ പോകുമ്പോൾ ഞാൻ ആചാര്യന്മാരൊക്കെ പ്രത്യേകം അഭ്യർത്ഥിക്കാറുണ്ട്, വാമനാവതാരം അങ്ങനെ വായിച്ചു പോകരുത്. ഈ ഭാഗം, ഈ ഒരു തെറ്റായ ഒരു ധാരണ മലയാളികൾക്കുണ്ട്. അപ്പോൾ അതൊന്ന് ശരിയാക്കി കൊടുക്കണമെന്ന് പറയാറുണ്ട്. ഒരു മിസ് റിപ്രസെൻറ്റേഷനോ മറ്റോ ആണ്. അപ്പോൾ ഏതായാലും ചവിട്ടി താഴോട്ട് അയച്ചില്ല. സ്വർഗലോകം പോലെ ഒരു സുതലം എന്നുള്ള ഒരു ലോകത്തിലേക്ക്, അത് ഭൂമിയിലെ താഴത്തെ ലോകമാണ്. ദറ്റ് ഇസ് ട്രൂ. 14 ലോകങ്ങളാണല്ലോ. അപ്പോൾ അതാണ് സംശയമൊന്നുമില്ല. പക്ഷെ അവിടെ ഭൂമിയുടെ താഴെയുള്ള അതലം വിതലം സുതലം. അതെ. അപ്പോൾ ആ സുതലത്തിൽ സുതലം എന്നാണ്, സൂ തന്നെയാണ്. അപ്പോൾ നല്ലതെന്നാണ് സൂ എന്നുള്ള വരുമ്പോൾ തന്നെ സ്വർഗതുല്യമായ ലോകം എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിൻ്റെ രാജാധിരാജനായിട്ട് വാഴിക്കുകയാണ് മഹാബലിയെ. അടുത്ത മന്വന്തരത്തിൽ മഹാബലിക്ക് അവിടെ ഇങ്ങനെ ഭഗവാൻ തന്നെ കണ്ടുവച്ചിരിക്കുകയാണ് അടുത്ത സ്ലോട്ട് ഇന്ദ്രനായിട്ട് അടുത്ത മന്വന്തരത്തിൽ. എന്ന് ഞാൻ കേട്ടിട്ടുള്ള, അതിന് ഭാഗവതത്തിലുള്ളതാണോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. അല്ല, ഇതല്ല അടുത്തത്.
ഭഗവാന് എന്നിട്ടും തൃപ്തി വരാതെ ഇന്നത്തെ ഭാഷയിൽ സെക്യൂരിറ്റി ഗാർഡ് എന്ന് പറയുന്ന അവിടെ കൊട്ടാരത്തിൻ്റെ രക്ഷകനായിട്ട് ഭഗവാൻ നിന്നു എന്നാണ്. അതെ, സുതലത്തിൽ ഗദാധാരിയായി. അപ്പോൾ അത്രയും ഒരു ബഹുമാനമാണ് മഹാബലിക്ക് കൊടുത്തത്. പിന്നെ മഹാബലി വളരെ നല്ല രാജാവായിരുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തൊന്നും ആർക്കും ഇട്ടില്ലതാനും കള്ളവുമില്ല ചതിയുമില്ല എള്ളോളമില്ല പൊളിവചനം അങ്ങനെയൊക്കെ പറഞ്ഞ് വരുമല്ലോ. അപ്പോൾ അത്രയും ഉത്തമമായിട്ട് ഉള്ള ഒരു അവസ്ഥയാണ് അവിടെ ആ സമയത്ത് മഹാബലി രാജാവ്. അപ്പോൾ എന്തിനാ മഹാബലിയെ താഴോട്ടാക്കുന്നത്? ഇത്രയും നല്ലൊരു രാജാവ് ഭരിക്കുമ്പോൾ എന്തിനാ? അതൊരു ഭഗവാൻ മഹാവിഷ്ണു തന്നെ അവതാരമെടുത്ത് വന്ന് അത് വൈ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന്. അതിലും വലിയ ആളുകൾ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, ഭഗവാൻ എപ്പോഴും ആശ്രിത വാത്സല്യമുള്ള ആളാണ്. അപ്പോൾ ശത്രുക്കളിൽ നിന്നും നമ്മളെ രക്ഷിക്കുക എന്നുള്ളത് ഭഗവാന്റെ ഒരു വലിയൊരു ദൗത്യമായിട്ട് ഭഗവാൻ വെച്ചിരിക്കുകയാണ്. മഹാബലി വലിയ ഭക്തനാണ് ഭഗവാന്റെ. പക്ഷേ മഹാബലി ഇത്ര ഉത്തമ രാജാവായതുകൊണ്ട് പ്രജകൾ അവരത്ര സംതൃപ്തരായതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ അവർ ഭഗവാനെ മറന്ന് മഹാബലിയെ തന്നെ ഒരു ദൈവതുല്യനായിട്ട് കാണപ്പെട്ട ദൈവം എന്നൊക്കെയുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ മഹാബലിക്കൊരു ശത്രു വന്നു, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കുക. പക്ഷെ മഹാബലിയുടെ ശത്രു വലിയ കഠിനമായൊരു ശത്രുവാണ്. ആ ശത്രു വെളിയിലുള്ള ശത്രുവല്ല, അകത്തുള്ള ശത്രുവാണ്. മഹാബലിയുടെ ഉള്ളിൽ അഹങ്കാരം, അഹംഭാവം, അഹം എന്ന ഭാവം, ഞാൻ എന്ന ഭാവം, അത് ഈഗോ, അതങ്ങനെ വളർന്ന് വരികയാണ് മഹാബലിക്ക്. അത് ഏറ്റവും വലിയൊരു ശത്രുവായിട്ടാണ്. ഏറ്റവും നമ്മുടെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു പുരോഗമനത്തിനുമൊക്കെ ഏറ്റവും വലിയ തടസ്സം, സ്റ്റംബ്ലിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് അഹംഭാവമാണ്. അഹം എന്നുള്ള ഭാവം വളർന്നു. അപ്പോൾ ആ അഹംഭാവത്തിൽ നിന്നും മഹാബലിയെ മോചിപ്പിക്കാനായിട്ട് ഭഗവാൻ തന്നെ വന്നു. സ്വന്തം ആശ്രിതൻ്റെയൊക്കെ ഉള്ള അതീവമായ ആ വാത്സല്യം കൊണ്ട് ഭഗവാൻ തന്നെ അവതരിച്ച് വന്ന് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇത് ഒരുപാട് ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ അഹങ്കാരം ദമനം ചെയ്യാൻ വേണ്ടിയാണ് വാമനമൂർത്തി ആയിട്ട് അവതരിച്ചതെന്ന്. അപ്പോൾ അങ്ങനെ ഒക്കെ വേണ്ട. എന്തായാലും പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തൻ തന്നെയാണ്. മാത്രം ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായ പ്രഹ്ലാദൻ്റെ ചെറുമോനുമാണല്ലോ മഹാബലി. ആണ്. എൻ്റെ പ്രഹ്ലാദൻ്റെ ഒക്കെ തന്നെ നരസിംഹമൂർത്തി ചോദിക്കുമ്പോൾ എനിക്ക് 2 വരം പുത്ര ചോദിച്ചോളൂ എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് ഒരു വരവും വേണ്ട. അല്ല അങ്ങനെയല്ല, ചോദിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് വിഷ്ണുഭക്തി തരണേന്ന്. അപ്പോൾ പറഞ്ഞത് തരാനെന്താ, എത്രയോ വിഷ്ണുഭക്തി നിറഞ്ഞ കുഞ്ഞാണ്, ഇനി കൂടുതൽ വിഷ്ണുഭക്തി എന്താണ് ഞാൻ തരേണ്ടത്, ഒരു വരം കൂടെ ചോദിക്കൂ. അപ്പോൾ പറഞ്ഞു എൻ്റെ അച്ഛനെ വധിച്ചതുപോലെ എൻ്റെ കുടുംബത്തിൽ ആരെയും അങ്ങ് വധിക്കരുത്, എൻ്റെ അച്ഛനെ വധിച്ച പോലെ എന്നും അങ്ങനെ ആ ഒരു രീതിയിൽ. അപ്പോൾ പിന്നെ ആ പരമ്പരയിൽ ആ ഒരു സംഭവം നടന്നിട്ടില്ല. അപ്പം ഈ മഹാബലിയെ ചവിട്ടി പാതാളത്തിൽ കുത്തിക്കളയുന്നൊക്കെ പറഞ്ഞത് തെറ്റാണ്. തമ്പുരാട്ടി, കൊട്ടാരത്തിലെ തിരുവോണം എങ്ങനെയാണ്, അതായത് തിരുവോണം എങ്ങനെയാണ് ആഘോഷിക്കുന്നത് കൊട്ടാരത്തിൽ? ഒരു പക്ഷേ എല്ലാ ഭവനങ്ങളിലും ബേസിക്കായിട്ടുള്ള ആഘോഷത്തിൻ്റെ ഒരു ഇതുണ്ടല്ലോ, അത് ഇവിടെ എല്ലായിടത്തും കാണുമായിരിക്കും. പക്ഷെ ഞങ്ങൾ കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഉള്ള തിരുവോണം ഇന്നത്തെ തിരുവോണം തമ്മിൽ വ്യത്യാസമുണ്ട്. അന്ന് മഹാരാജ തിരുമനസ് അമ്മാവൻ ചിത്തിരുന്നാൾ മഹാരാജാവിൻ്റെ കാലത്തുള്ള തിരുവോണമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഓർക്കുന്നത്. രാവിലെ എണീച്ച് കുളിച്ച് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പോയി വലിയമ്പലം ഓണക്കോടിയെല്ലാം സമർപ്പിക്കും. ഭഗവാന് മഹാരാജാവ് സമർപ്പിക്കും. ഓണക്കോടി സമർപ്പിക്കുന്നതിന് വിഷുവിന് നമ്പി വിഷ്കൈ നീട്ടം കൊടുക്കും. ഓണത്തിന് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ അതെന്തായാലും അതൊക്കെ അമ്പലത്തിലെ ചടങ്ങുകളിലേക്ക് ഞാൻ പോകുന്നില്ല. ഓണവില്ലും അതൊക്കെ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഇവിടെ അമ്പലത്തിൽ തൊഴുതിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ പച്ചമുറി എന്നൊരു മുറിയുണ്ട്, ഇപ്പോഴും ഉണ്ട്, അത് പച്ചമുറി തന്നെ ഇപ്പോഴും. അപ്പോൾ അവിടെ അമ്മാവനും അമ്മൂമ്മയും മഹാറാണി എൻ്റെ അമ്മൂമ്മ സേതു പാർവതിഭായ് അമ്മൂമ്മയും അമ്മാവനും അവിടെ നിൽക്കും. ഞാൻ ബാക്കി എല്ലാവരും കുടുംബത്തിലുള്ള സകലരും, ഡയറക്റ്റ് കുടുംബം ഉള്ള സകലരും അവിടെ എത്തും. പിന്നെ അവരെ ഇപ്പോൾ അച്ഛൻ അങ്ങനെ കല്യാണം കഴിച്ച് വന്നവർ എല്ലാവരും അവിടെ വരും. എൻ്റെ പ്രായമനുസരിച്ച് ആദ്യം അമ്മാവൻ അമ്മൂമ്മയെ നമസ്കരിച്ച് അമ്മാവനും ഓണക്കൊടു. അതൊരു മഞ്ഞ മുക്കിയ പുളിയിലക്കര മുണ്ടാണ്. മഞ്ഞ മുക്കിയ പുളിയിലക്കര മുണ്ടാണ്. അത് അപ്പം തന്നെ അമ്മാവൻ കൊടുക്കുകയും ചെയ്യും. പിന്നെ അമ്മാവൻ അമ്മൂമ്മയ്ക്ക് ഓണക്കോടി കൊടുക്കും.
അമ്മ നമസ്കരിച്ചായിട്ട് വാങ്ങിക്കുന്ന കൊടുക്കുന്നതൊക്കെ. പിന്നെ മൂപ്പുമാരെ അനുസരിച്ച് അമ്മാവനെ അമ്മൂമ്മയെ നമസ്കരിക്കും. രണ്ടുപേരൊക്കെ ഓണക്കോടി കിട്ടും. അമ്മ കഴിഞ്ഞാൽ ഉത്രാടം തിന്നാൾ ഇളയമ്മാവൻ മാർത്താണ്ഡത്തിന് വെച്ച് അമ്മാവനാണ് എടുത്തത്. പിന്നെ അക്ക, പിന്നെ ഞാൻ, പിന്നെ അനിയൻ, പിന്നെ കല്യാണം കഴിച്ച് വന്നവർ, അച്ഛൻ, അമ്മച്ചി, അങ്ങനെ അവരെല്ലാവരും. അത് എഗെയിൻ ഓർഡർ ഓഫ് അച്ഛനാണ് പിന്നെ അടുത്തത്. അപ്പോൾ അങ്ങനെ എല്ലാവരും അമ്മാവനെ അമ്മൂമ്മയും നമസ്കരിച്ച് ഓണക്കോടി കിട്ടും. ഞങ്ങൾക്ക് ഓണക്കൂടി അമ്മയും അച്ഛനും അല്ലെങ്കിൽ അമ്മയും തരാറില്ല. പിന്നെ എല്ലാം അവർ തന്നല്ലോ അത് മതി എന്ന് പറയും. കാരണവരാണല്ലോ തരുന്നത്. അതെ, വിഷുവിന് മാത്രം അമ്മേരൊക്കെ വഴക്കുടിച്ച് 1 രൂപ വാങ്ങിച്ചിട്ടുണ്ട്. 1 രൂപയോ 2 രൂപയോ മറ്റോ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് അമ്മ വിഷുവിന് മാത്രം. അപ്പോൾ ഏതായാലും ഇത് കഴിഞ്ഞാൽ പിന്നെ ഈ മുറി വരും അമ്മാവൻ. ഈ മുറിയിൽ വന്ന് അവിടെ നിൽക്കി ഒരു മേശ, ഈ മേശ തന്നെയാണെന്ന് തോന്നുന്നു, അതിലൊരു തുണിയെല്ലാം വിരിച്ച് അതിൻ്റെ മുകളിൽ ഓണക്കോടിയെല്ലാം എന്താ ഓണക്കോടി, ഇപ്പം ഞങ്ങൾക്കാണെങ്കിൽ ചിലപ്പോൾ പട്ടുപാവാടയായിരിക്കാം, അല്ലെങ്കിൽ മുണ്ടല്ല, അതെല്ലാം ഏതാണെങ്കിലും ശരി അതൊരു കൊച്ചു മഞ്ഞത്തോർത്ത് കെട്ടി ആണ് തരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും. ഇന്നും അത് മഞ്ഞത്തോർത്ത്. അത് ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ മുറ്റത്തൊരു ഗണപതിയുണ്ട്, വിളിച്ചാൽ കേൾക്കുന്ന ഗണപതിക്ക് ഉള്ള ഓണക്കോടിയുണ്ട്. അത് ഓണക്കോടി വെച്ചൊരു ഈ മഞ്ഞത്തോർത്തും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രം ഒരു ഓണമില്ലുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന മറ്റേ പാരമ്പര്യമായിട്ടുള്ള ഓണമില്ല. ഇത് കൊട്ടാരത്തിൽ തന്നെ എവിടെയോ ആരും ഉണ്ടാക്കി ചുമപ്പ് ഇങ്ങനെ മഞ്ഞ കൊണ്ട് വരച്ച് അത് ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. അത് അമ്പും വില്ലും ഒരു മഞ്ഞത്തോർത്ത്, ഒരു ഈർക്കിലൊരു ഇല കൊണ്ട് അമ്പും മറ്റേ അമ്പും മര അമ്പും ഉണ്ട്. ഇത്ര ഓരോരുത്തർക്കും ഉണ്ട്. ആ ഒരു സെറ്റ് മുഴുവനും ഗണപതിക്കുമുണ്ട്. അപ്പോൾ ആദ്യം ഗണപതിക്ക് അവിടെ ചാർത്തും. മഹാരാജാവാണോ അതോ അല്ല തേവാരിയെ കൊണ്ട് അത് 4 ദിവസം അവിടെ ഉണ്ട്. പിന്നെ അത് മാറ്റുകയാണ്. ഗണപതിക്ക് ചാർത്തും. ഇപ്പോൾ പത്മനാഭസ്വാമിക്ക് അവിടുത്തെ ഓണവിൽ ചാർത്തും പോലെ ഇവിടുത്തെ ഗണപതിക്ക് ചാർത്തി ആ മഞ്ഞ തോർത്തെല്ലാം 4 ദിവസം മഞ്ഞ തോർത്ത് ഗണപതിയെ ഉടുപ്പിക്കും, പുതയ്ക്ക് ചാർത്തി അതങ്ങനെ. അപ്പം ഞങ്ങൾക്കൊക്കെ മഞ്ഞ തോർത്തുണ്ട്. പിന്നെ ഇവിടെ വന്ന് ഓർഡർ ഓഫ് പ്രീസിഡൻസ് അനുസരിച്ച് ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സെക്രട്ടറി ആരെങ്കിലും ഒരു വലിയ ലിസ്റ്റ് വെച്ച് വായിക്കും ഓരോരുത്തരുടെ പേര്. അപ്പോൾ ആദ്യം വരുന്നത് വെളിയിൽ നിന്നുള്ള ഗസ്റ്റുകളാണ്, അമ്പലത്തിലെ ഓഫീസേഴ്സ്, അല്ലാത്ത ഓഫീസേഴ്സ്, ഈ പലരും അല്ലാത്ത പേരുണ്ട്, നമ്മുടെ ഇതിലുള്ളതല്ല പക്ഷേ അവർ വരും. അങ്ങനെയുള്ളവർ, കൊട്ടാരത്തിലെ ഓഫീസേഴ്സ്, വലിയ കൊട്ടാരത്തിലെ ഓഫീസേഴ്സ് അവരൊക്കെ വരും. അവരെല്ലാം വന്ന് പിന്നെ നമ്മുടെ റിലേഷൻസ്, കസിൻസ്, അമ്മൂമ്മേൻ്റെ സിസ്റ്റർ, അതൊക്കെ അവിടെയാണ്. പക്ഷെ അല്ലാത്ത കസിൻസ് ഉണ്ട്, അവരൊക്കെ ഇവിടെയാണ്. ഈ മുറി വെച്ച് സഹോദരിമാരൊക്കെ അവിടെയാണ്. പച്ചമുറി വെച്ച് പച്ചമുറിയില്ല. അപ്പോൾ ഇത് ഇവിടെ മഹാരാജാവ് നേരിട്ടാണ് അമ്മൂമ്മയും അമ്മാവനും കൊടുക്കും അവർക്കൊക്കെ. ഇവിടെ അമ്മാവൻ മാത്രമേ ഉള്ളൂ, അമ്മൂമ്മ ഇല്ല. പിന്നെ സ്റ്റാഫ് അക്കോർഡിംഗ് ടു ഓർഡർ ഓഫ് പ്രീസിഡൻസ്, സൂപ്പറുണ്ട്, ഇവർ അങ്ങനെ പറഞ്ഞ് ഒടുക്കലത്തെ തറ തുടയ്ക്കുന്ന വന്ന പയ്യന്മാരുണ്ട്, അതുവരെ എല്ലാവരും സെക്ഷനായിട്ട് വന്ന്. അപ്പോൾ അതിനിടയ്ക്ക് ഇവരൊക്കെ വരുന്ന മുമ്പ് വേറൊരു സെറ്റുകാർ വരും. അത് ഞങ്ങളിങ്ങനെ കുറച്ച് ജനലിൽ അതുവരെ ഞങ്ങൾ ഇവിടെ നിൽക്കുക. അത് പിന്നെ ജനലിൻ്റെ പുറകിലേക്ക് റിട്രീറ്റ് ചെയ്യും. പിന്നെ ഹറി അത് ആ സെറ്റുകാർ ഞങ്ങളുടെ ഞങ്ങളുടെ ടീച്ചേഴ്സാണ്. ഞങ്ങൾ സ്കൂളിൽ പോയിട്ടില്ലല്ലോ, അപ്പോൾ ഞങ്ങൾ ഇവിടെയല്ലേ പഠിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സാറന്മാരും ടീച്ചേഴ്സും ഒക്കെയാണ് വരുന്നത്. ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരുമിച്ച് കിട്ടുന്ന ഏറ്റവും വലിയ ഹോളിഡേ 4 ദിവസം ഒരുമിച്ച് കിട്ടുന്ന ഓണം ഹോളിഡേയ്സ്. ബാക്കി ആകെപ്പാടെ 10-11 ദിവസമേ ഉള്ളൂ കൊല്ലത്തിൽ ഞങ്ങൾക്ക് ഹോളിഡേ. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു മനസ്സിൽ എപ്പോഴും ഒരു പേടി, ഇവരെ നമ്മളെ കണ്ട ടക്കെന്ന് ചാടി പഠിപ്പിച്ച് കളയുമോ എന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഒളിഞ്ഞ് നിൽക്കുക അവർ വന്ന് പോകുന്നവരെ. അപ്പോൾ അങ്ങനെ അത് അവർക്കും ഓണപ്പുടമുണ്ടോ? ഉണ്ട്, അമ്മ തന്നെ കൊടുക്കുന്നത്. മഹാരാജാവിന് കൊടുക്കും. ഈ മഞ്ഞമുണ്ട് കെട്ടി അവർക്കൊക്കെ കൊടുക്കും. പിന്നെ അവരെല്ലാം പോയി കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് സദ്യയുണ്ട്. ഈ 4 ഓണത്തിനും സദ്യയില്ല. തിരുവോണത്തിന് ഫുൾ സദ്യ, 4ാം ഓണത്തിന് ഫുൾ സദ്യ. അത് എല്ലാം സാമ്പാർ, പുളിശ്ശേരി, എരിശ്ശേരി, അവിയൽ, ഓലൻ അങ്ങനെ പറഞ്ഞ് ഫുൾ സദ്യയാണ്. ഈ തിരുവോണത്തിന് 4ാം ഓണത്തിന് എന്താ വിശേഷം? എന്തോ അങ്ങനെയാണ്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ സിസ്റ്ററുടെ ഹസ്ബൻഡ് 4ാം ഓണം. പക്ഷെ ഇത് അതിനൊക്കെ മുമ്പേ 4ാം ഓണം സദ്യയാണ്. അങ്ങനെ മറ്റേ 2 ഓണവും എപ്പോഴും 4 കറി അമ്മൂമ്മ എപ്പോഴും പറയുമായിരുന്നു,
മലയാളിക്ക് അറിയാൻ വയ്യാത്തൊരു കാര്യം 4 കറി ഉണ്ടെങ്കിൽ സദ്യയായി. ആ 4 കറി വെച്ച സദ്യ. 4 കറിയാണെങ്കിൽ സദ്യയാണ്. അപ്പോൾ ഈ മറ്റേ 2 എണ്ണത്തിന് 4 കറിയുണ്ട്. അതായത് എരിശ്ശേരി, പുളിശ്ശേരി, ഓലൻ, ചേനയും കായും മെഴുക്കുരട്ടി. ചേനയും കായും മെഴുക്കുരട്ടി. പിന്നെ ഇഞ്ചിത്തൈര് ഉണ്ടെങ്കിൽ 1000 കൂട്ടാൻ എന്നാണ് പറയുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇഞ്ചിത്തൈര് അത്ര ഇഷ്ടമല്ല. പക്ഷേ ഇഞ്ചിത്തൈര് ഇതിൽ പായസം കാണത്തില്ലേ? പായസം കാണും. ഒരു പായസം 4 കറിയിലും ഒരു പായസം കാണും. ഒരു പായസം പാൽപ്പായസമോ പ്രഥമനോ എന്തെങ്കിലും ഒരു പായസം കാണും. മറ്റേ അല്ലാതെ വേറെ ഒന്നും. അപ്പോൾ 1-ാം ഓണത്തിനും 3-ാം ഓണത്തിനും ഈ 4 കറിയാണോ? 4 കറി അതിൻ്റെ കൂടെ കുറച്ചുകൂടെ പ്രായമായപ്പോൾ ഈ 4 കറി എല്ലാവർക്കും ഇഷ്ടമാണ്. അതിൻ്റെ ഒരു സാമ്പാറും കൂടെ ചേർത്തു. ഇന്നിപ്പോൾ ആരെങ്കിലും 4 കറി വേണമെങ്കിൽ അവർക്ക് ഇതൊന്ന് വടയെല്ലാം ഇട്ട കാര്യം, വടക്കൂട്ടുകറിയോ? കൂട്ടുകറി, വടക്കൂട്ടുകറി, ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്തൊക്കെയോ ഉണ്ട്. ഉള്ളിയെല്ലാം ചേർത്ത്. ശരിക്കും നോക്കുകയാണെങ്കിൽ സാത്വികമായിട്ട് ദിവസം ഉള്ളിയും വെളുത്തുള്ളിയും തൊടാൻ പാടില്ല. ഇപ്പം അമ്പലങ്ങളിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഇല്ലല്ലോ. പക്ഷെ അതേസമയം ഓരോ സപ്താഹങ്ങൾക്ക് പോകുമ്പോൾ ഈ പരസ്യമായിട്ടുള്ള ഊണുണ്ടല്ലോ, അതിലൊക്കെ ഉള്ളി ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ഉള്ളി നിങ്ങൾക്ക് 2 ഗുണം. ഒന്നത് താമസികമായിട്ടുള്ള സാധനം അവിടെ നിന്ന് മാറ്റുകയാണ്. രണ്ടാമത് നിങ്ങൾക്ക് ലാഭവും. ഈ ഉള്ളി ഇല്ലാതുകൊണ്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഈ ഉള്ളി ഇല്ലെങ്കിൽ ക്ഷേത്രത്തിനകത്താണ് ഈ ഉള്ളി പറ്റൂലല്ലോ. അതില്ല. പക്ഷേ ഈ സപ്താഹങ്ങൾക്കൊക്കെ ഊണുണ്ടല്ലോ പരസ്യമായിട്ട്, അതിലൊക്കെ ഉള്ളി. ഒരു സ്ഥലത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞു 5000 രൂപ നിങ്ങൾക്ക് ഡൊണേഷൻ തരാം നിങ്ങൾ ഉള്ളി ചേർത്തില്ലെങ്കിൽ. അവർക്ക് 5000 രൂപ വേണ്ട, അവർക്ക് ഉള്ളി മതി. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ. അപ്പോൾ അന്നേരം അപ്പോൾ ഇവിടെ പിന്നെ അതൊന്നുമില്ല. അങ്ങനെ പിന്നെ ഊഞ്ഞാലുണ്ട്, ഊഞ്ഞാലിടും, ഊഞ്ഞാലാട് ഓണസമയത്ത് തന്നെയാണ്. പിന്നെ അത്തപ്പൂ, അത് 10 ദിവസം ഉണ്ട്. അതുണ്ട്, അത്തം തൊട്ട്. അതൊക്കെ ചാണകം മെഴുകി നൽകി അതെ അതൊക്കെ ഉണ്ട്. അതൊക്കെ ജോലിക്കാരാണോ ചെയ്യുന്നത്? അതെ, ഇപ്പോഴും. അതെ, അന്നും ഇന്നും. നഗരത്തിൻ്റെ കഥയിലെ എല്ലാവർക്കും, ആ കുടുംബത്തിനും പ്രേക്ഷകർക്കും ഒക്കെ ഒരു വളരെ നല്ല ഓണം നേരുകയാണ്. സമാധാനത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ഒരു ഓണം കടന്നു പോകാനായിട്ട് ഭഗവാൻ ശ്രീ പത്മനാഭൻ അനുഗ്രഹിക്കട്ടെ.